അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ സൽസല പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു അൽ ബയ്യനയാണ്. സൂറത്തു ബയ്യനയിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പൂർണ്ണമായിട്ടൊന്ന് പാരായണം ചെയ്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. ഓക്കെ, ഇനി ഫസ്റ്റ് ആയത്തിൽ ലം യകുനില്ലദീന കഫറു. അവിടെ അല്ലദീന എന്നുള്ളിടത്ത് ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ദെൻ കഫറു മിൻ അഹ്ലി അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഇൽഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള അംസ വന്നതുകൊണ്ട് അവിടെ നമ്മൾ മിൻ അഹ്ലി എന്ന് തന്നെ പാരായണം ചെയ്യുക. ആ നൂനിനെ വ്യക്തമാക്കിയിട്ട് പാരായണം ചെയ്യാം. അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. മിൻ എന്ന് മണിക്കാനും പാടില്ല, മ്യോ എന്ന് നൂനിനെ മറച്ചു വെച്ച് പാരായണം ചെയ്യാനും പാടില്ല. മിൻ അഹ്ലിൽ കിതാബി എന്ന് തന്നെ വ്യക്തമാക്കിയിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ വൽ മുശ്രിക്കീന മൂഫക്കീന അവിടെ അവിടെ ഇഖ്ഫ ആണ് വരുന്നത്. അതായത് സുക്കൂനുള്ള നോന് ശേഷം ഇഖ്ഫിൻ്റെ ലെറ്ററായിട്ടുള്ള ഫ. അപ്പം അങ്ങനെ വന്നപ്പം നമ്മളങ്ങനെ പാരായണം ചെയ്യണം. ആ നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ച് മൂഫക്കീന എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ദെൻ ഹത്ത തഅതിയഹുമുൽ ബയ്യിന. ദെൻ നെക്സ്റ്റ് ആയത്തിൽ റസൂലും മിനല്ലാഹി അവിടെ ഇദാമാണ്. അതായത് തൻവീന് ശേഷം മീമ് വന്നിട്ടുണ്ടല്ലേ, അപ്പോൾ മീമിലേക്ക് നമ്മൾ ചേർത്തിയിട്ട് കട്ടിക്കുട്ടി മണിച്ച് മീമിന് ശബ്ദ വന്നിട്ടുണ്ട്. അപ്പം തൻവീനെ മീമിലേക്ക് ചേർത്തി കട്ടിക്കുട്ടി മണിച്ച് പാരായണം ചെയ്യാം. അപ്പം റസൂലും അവിടെ ശരിക്കും റസൂലുൻ എന്നാണല്ലേ, പക്ഷേ നമ്മൾ ആ റസൂലുൻ എന്നുള്ള അർത്ഥ തൻവീനെ നമ്മൾ മീമിലേക്ക് ചേർത്തിട്ട് ആ തൻവീൻ ഉച്ചരിക്കാതെ റസൂലും മിനല്ലാഹി ഓക്കെ. മിനല്ലാഹി അല്ലാഹു എന്ന് പറയുമ്പം അല്ലാഹു എന്ന് തന്നെ അല്ലാഹു എന്ന് തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ റസൂലും മിനല്ലാഹി യത്ലു അവിടെ ഇനി സുക്കൂൻ വന്നിട്ടുണ്ടല്ലേ. അപ്പം കുത്തുബുജത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുറൂഫുൽ ഖൽഖൽ അല്ലേ, ആ ലെറ്ററിൽ പെട്ടതല്ല ഈ താ. അപ്പം നമ്മളങ്ങനെ യത്ലു എന്ന് വ്യക്തമാക്കി പാരായണം ചെയ്യേണ്ട ആവശ്യമില്ല. യത്ലു ജസ്റ്റ് അത്ര പകുതി സുക്കൂൻ കൊടുത്തിട്ട് യത്ലു എന്ന് പാരായണം ചെയ്താൽ മതി. ദെൻ സുഹുഫം മുതഹറ അവിടെയും ഇദ്ഗാം വന്നു. തൻവീനെ മീമിലേക്ക് ചേർത്തിട്ട് കട്ടിക്കുട്ടി മണിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ഫീഹ നെക്സ്റ്റ് ആയത്തിൽ ഫീഹ അവിടെ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഹ എന്ന് തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ കുതുബു ഖയ്യിമ അവിടെ ഇഖ്ഫ ആണ്. ആ തൻവീനെ മറച്ചു വെച്ചിട്ട് മണിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ആയത്തിൽ വമാ തഫറഖ റാഇൻ്റെയും ഖാഫിൻ്റെയും ഉച്ചാരണം ശ്രദ്ധിക്കുക. ദെൻ അല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി അവിടെ ഇഖ്ലാബാണ്. അവിടെ നമ്മൾ മീമാക്കിയിട്ട് പാരായണം ചെയ്യുക. പക്ഷേ മീം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ചുണ്ട് രണ്ടും സ്പർശിക്കാറുണ്ടല്ലേ മീം പറയുമ്പോൾ. പക്ഷെ ഇവിടെ നമ്മൾ മീമാക്കുമ്പം ബാദി ചുണ്ട് പൂർണ്ണമായിട്ട് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് മണിച്ചിട്ട് പാരായണം ചെയ്യാം. إلا من
ബഅദി ഇല്ലാ മിൻ ബഅദി إلا من بعد ما جاءتهم البينة ഇവിടെ ജാഅത്ഹും അവിടെ മദ്ദു മുത്തസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 4-5 വരെ നീട്ടാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി പൂർണ്ണമായിട്ട് പാഠം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم إلا من بعد ما جاءتهم البينة. ഓക്കെ, നന്നായിട്ട് തജ്വീദ് നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.